Good morning to all. Page number 2.9, fifth module, second chapter, page number 9. Hotel accounting. So hotel accounting in a മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫ് ദ ഹൗസ്, ജനറൽ ബുക്ക് കീപ്പിംഗ്. സോ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഓഫീസ് എന്താണെന്ന് നോക്കാം. Revenue of the hotel except for restaurant cash sales and other department cash sales is accounted for and collected by the front office. അതായത് ഹോട്ടലിലെ റവന്യൂ, ഹോട്ടലിലെ വരുമാനം അല്ലെങ്കിൽ ഹോട്ടലിൽ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഹോട്ടൽ വരുമാനത്തിൽ റെസ്റ്റോറൻറ്റ് ക്യാഷ് സെയിലും അതുപോലെ നമ്മൾ പറഞ്ഞു ഹോട്ടലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഉണ്ട് അല്ലേ. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ക്യാഷ് സെയിലും ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ക്യാഷ് സെയിലും ഒഴികെയുള്ള ഹോട്ടലിൻ്റെ വരുമാനം കളക്ട് ചെയ്യുകയും അക്കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നത്, അതിൻ്റെ അക്കൗണ്ടിങ് നടക്കുന്നത് എവിടെയാണ്? ഫ്രണ്ട് ഓഫീസിലാണ്. ചാർജസ് ടു ഗസ്റ്റ് may arises in different department, but all these have to be notified to the front office so that these may be incorporated in the bill of the guest. So ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, ആദ്യമേ പറഞ്ഞു ഹോട്ടൽസിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗസ്റ്റ് ഇപ്പോൾ ഹോട്ടലിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഈ ഗസ്റ്റിൻ്റെ ബില്ലെന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും അല്ലേ. അപ്പം അവർ സ്വീകരിക്കുന്ന സർവീസസ്, ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നും അവർ സ്വീകരിക്കുന്ന സർവീസസ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണോ അതിൻ്റെ ബേസിലായിരിക്കും ബില്ല് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ബില്ല് എല്ലാം കൂടി എന്താണ് ഫ്രണ്ട് ഓഫീസിൽ നോട്ടിഫൈ ചെയ്തിട്ട് ഈ ബില്ലെല്ലാം കൂടി ഫ്രണ്ട് ഓഫീസിൽ എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതായത് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ബില്ലെല്ലാം കൂടി എന്താണ് ഒരുമിച്ച് ആക്കും. സോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഫ്രണ്ട് ഓഫീസ്, ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എൻട്രി എക്സിറ്റ്, ഗസ്റ്റ് വരുമ്പം എൻട്രി എക്സിറ്റും ചെയ്യുന്ന ആ ഒരു ഏരിയ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിരിക്കും അല്ലേ. ആ ഒരു സമയത്ത് ഇങ്ങനെ ബില്ലെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഗസ്റ്റ് ഒരിക്കലും ബില്ല് പേ ചെയ്യാതെ ഹോട്ടലിൻ്റെ പുറത്തേക്ക് പോകരുത് അല്ലേ, അതിനു വേണ്ടിയാണ്. സോ അതാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. ഇറ്റ് മേ ബി മെൻഷൻ ദാറ്റ് പ്രോപ്പർ ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് വേരിയസ് ചാർജസ് ടു ഗസ്റ്റ് should be made to the front office because guests may decide to leave at any moment of the day or night. അപ്പം ഗസ്റ്റ് ഡേയിലോ നൈറ്റിലോ എപ്പം വേണമെങ്കിലും എന്താണ് ഗസ്റ്റിന് ആ ഹോട്ടലിൽ നിന്നും വെക്കേറ്റ് ചെയ്ത് പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് ഗസ്റ്റ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഗസ്റ്റ് പുറത്ത് ഹോട്ടലിൽ നിന്നും വെക്കേറ്റ് ചെയ്ത് പോകാൻ തീരുമാനിച്ചു വന്നു കഴിയുമ്പം പല ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് അവരുടെ ബില്ല് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ബില്ല് സെറ്റിൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് ഓഫീസിൽ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏത് സമയം ഗസ്റ്റ് പോകാൻ തീരുമാനിച്ചാലും ആ സമയം എന്താണ് ഈസി ആയിട്ട് അവരുടെ ഒരു ബില്ല് പോലും മിസ് ചെയ്യാതെ അവർ കിട്ടാനുള്ള ക്യാഷ് അവിടെ മേടിക്കാൻ സാധിക്കും, ബില്ലെല്ലാം ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ഗസ്റ്റ് ഹോട്ടലിലേക്ക് അറൈവ് ചെയ്യുന്ന സമയത്ത് ഗസ്റ്റ് അറൈവൽ ബുക്കിലേക്ക് ഗസ്റ്റിൻ്റെ പേര്, അഡ്രസ്സ്, എപ്പോഴാണ് അറൈവ് ചെയ്തത്, എത്ര റൂമാണ് അലോട്ട് ചെയ്തത്, എത്ര പേര് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് ഈ ഗസ്റ്റ് അറൈവൽ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇനി ഈ ഗസ്റ്റ് അതുപോലെ തന്നെ എന്താണ് റൂം ഒക്യുപ്പൻസിയുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ അറൈവൽ റിപ്പോർട്ട്, ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന അറൈവൽ റിപ്പോർട്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. അപ്പം ഇനി ഇവിടെ ഈ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹോട്ടൽ അക്കൗണ്ടൻറ്റിനെയാണ് ആരെന്ന് പറയുന്നത്? ഓഡിറ്റർ എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് പറയുന്നത് ഫോർ കീപ്പിംഗ് എ പ്രോപ്പർ റെക്കോർഡ് ഓഫ് റെസ്റ്റോറൻറ്റ് സെയിൽസ് ആൻഡ് ഫോളോയിങ് പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ്. റെസ്റ്റോറൻറ്റ് സെയിൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് താഴെ പറയുന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ KOT, അതായത് കിച്ചൺ ഓർഡർ ടിക്കറ്റ് മേഡ് ചെയ്യും. ഇതെന്ന് പറയുന്നത് എന്താണ്? against which kitchen supplies the item of food mentioned in the KOT. From then one copy of the bill of also attached with a copy of the KOT. Bill of attached with one copy of KOT to ensure that the item mentioned KOT have been billed. സോ എന്താണ് ഒരു ഫുഡ് ഐറ്റംസിന് അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ സപ്ലൈക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കിച്ചൺ ഓർഡർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും അല്ലെങ്കിൽ അത് മേഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ഏത് ഐറ്റമാണോ
അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഐറ്റത്തിൻ്റെയാണോ ഓർഡർ കിട്ടിയത് ആ ഐറ്റം മെൻഷൻ ചെയ്തുകൊണ്ട് KOT അല്ലെങ്കിൽ കിച്ചൺ ഓർഡർ ടിക്കറ്റിൽ ആ ഐറ്റം എന്താണ് എഴുതിയിട്ടുണ്ടാവും, പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ബില്ലിനോടൊപ്പം, അതായത് ഈ ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ ബില്ല് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ KOT അല്ലെങ്കിൽ കിച്ചൺ ഓർഡർ ടിക്കറ്റിൻ്റെ ഒരു കോപ്പിയും കൂടി വയ്ക്കും. കാരണം എന്താണ്, അത് ബില്ല് അതിൻ്റെ പേ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. ദെൻ ബില്ലെന്ന് പറയുന്നത് പേയ്മെൻറ്റ് നടത്തുന്നത് ക്യാഷായിട്ടും ബില്ല് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് ബില്ലും നടത്താം, ക്യാഷ് ബില്ലും നടത്താം. എ സമ്മറി ഓഫ് ദ റെസ്റ്റോറൻറ്റ് ബിൽ ഈസ് മെയ്ഡ് ഡിസ്റ്റിങ്യൂഷിങ് ബിറ്റ്വീൻ ക്യാഷ് ബിൽ ആൻഡ് ക്രെഡിറ്റ് ബിൽ. ക്യാഷ് ബില്ലും ക്രെഡിറ്റ് ബില്ലും ഡിസ്റ്റിങ്യൂഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് ബില്ലിൻ്റെ ഒരു സമ്മറി കീപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് എൻഷുർഡ് ദാറ്റ് all the credit bills are incorporated in the bill given to the customers by the front office. അതായത് ക്രെഡിറ്റ് ബിൽസ് ആണെങ്കിൽ ആ ക്രെഡിറ്റ് ബിൽസ് എല്ലാം എന്താണ് ഫ്രണ്ട് ഓഫീസിൽ എന്താണ് അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഒരു ബിൽ എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു ബില്ലുണ്ട്. അവിടെ ആ ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്ത ബില്ലെന്ന് പറഞ്ഞാൽ മൊത്തം ആ ഒരു കസ്റ്റമറിൻ്റെ എല്ലാ ബില്ലും കൂടെ ഒരുമിച്ച് ഒറ്റ ബില്ലായിട്ടുണ്ട്, അങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. സോ ഇനി ഇവിടെ പറയുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ ദിവസവും കഴിയുമ്പോൾ ടോട്ടൽ ക്യാഷ് ബില്ലും അതുപോലെ തന്നെ ടോട്ടൽ ക്യാഷ് കളക്ഷനും കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. അതാണ് പറയുന്നത് ടോട്ടൽ ക്യാഷ് ബിൽ ഈസ് ചെക്കഡ് വിത്ത് ദ ടോട്ടൽ ക്യാഷ് കളക്ഷൻസ്. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ തന്നെ ഒരു ദിവസത്തെ ക്യാഷ് കളക്ഷൻ മുഴുവനും എന്താണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടതാണ് വിൻഡോ ലെഡ്ജർ അല്ലെങ്കിൽ വിസിറ്റർ ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ടേം. ഇതെന്ന് പറയുന്നത് ഗസ്റ്റ് ഹോട്ടലിലേക്ക് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓരോരുത്തർക്കും വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. ഇമീഡിയറ്റ്ലി ഓൺ അറൈവൽ ആൻ അക്കൗണ്ട് ഓഫ് ഈച്ച് വിസിറ്റർ ഈസ് ഓപ്പൺ. ഓരോ വിസിറ്ററിനും എന്താണ് ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതാണ് വിൻഡോ ലെഡ്ജർ അല്ലെങ്കിൽ വിസിറ്റർ ലെഡ്ജർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. റൂം നമ്പർ ആണ് 1, 2, 3, 4. അതായത് ഓരോ റൂംസിലെയുമാണ്. റൂം നമ്പർ 1-ലെ 2-ലെ 3, 4, 5 ഓരോ കസ്റ്റമേഴ്സിൻ്റെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദെൻ നെയിം ആൻഡ് അഡ്രസ്സ് ആണ് നെക്സ്റ്റ് കോളത്തിൽ. റൂം നമ്പർ 1-ലുള്ള ഗസ്റ്റിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ്, 2-ലുള്ളവരുടെ, 3-ലുള്ളവരുടെ, 4-ലുള്ളവരുടെ, 5-ലുള്ളവരുടെ. ദെൻ ഇവന് വരുമ്പം അടുത്തത് ഡെബിറ്റ് ഐറ്റംസ് ആണ് വരുന്നത്. ബാലൻസ് BD ബ്രോഡ് ഡൗൺ കാണിക്കുന്നു. ദെൻ റൂം ചാർജസ്, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇങ്ങനെ തുടങ്ങിയ അവരുടെ എക്സ്പെൻസുകളെല്ലാം, അതായത് അവർ ആ ഒരു ഗസ്റ്റ് അവിടെ കൊടുക്കാനുള്ള പേ ചെയ്യാനുള്ള കാര്യങ്ങൾ ഹോട്ടലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ വിസിറ്റേഴ്സിൻ്റെ ലെഡ്ജറാണ്. അപ്പോൾ നമ്മൾ വിസിറ്ററുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുക. അയാളെ സംബന്ധിച്ച് എന്താ, വിസിറ്ററിനെ സംബന്ധിച്ച് ഇതെല്ലാം എക്സ്പെൻസുകളാണ്, അയാളത് പേ ചെയ്യാനുള്ളതാണ്. സോ എന്താണ് അതെല്ലാം കാണിച്ചു. ദെൻ എന്താണ് ക്യാഷ്, അഡ്വാൻസോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. ചില സമയത്ത് നമ്മൾ ഹോട്ടലിൽ പോയി നമ്മൾ അവിടെ റൂം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് എന്താ അഡ്വാൻസ് ആദ്യമേ മേടിക്കും. അതുപോലെ തന്നെ എന്താണ് ചിലപ്പം നമ്മൾ ചില കേസിൽ ക്യാഷ് റെഡി പേ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ക്യാഷായിട്ട് എന്തെങ്കിലും ക്രെഡിറ്റ് ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ, അഡ്വാൻസോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്, ദെൻ റിബേറ്റ്, ദെൻ ബാലൻസ് CD, ദെൻ ഓരോ ദിവസത്തെയും ഡെയിലി ടോട്ടൽ, ഓരോ ദിവസത്തെയും ഇപ്പോൾ റൂം നമ്പർ 1-ലെ 2-ലെ 3-ലെ 4-ലെ 5-ലെ ഓരോ ദിവസത്തെയും ഈ 5 റൂംസിൽ ഹോട്ടലിൽ എത്ര റൂംസ് ഉണ്ടോ അത്രയും ടോട്ടൽ. ദെൻ നെക്സ്റ്റ് യെസ്റ്റർഡേയിലെ എന്തെങ്കിലും ബാലൻസ് ബ്രോട്ട് ഡൗൺ ഉണ്ടെങ്കിൽ ദെൻ ഇവിടെ വരുന്നത് എന്താണ് നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. സോ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് വെൻ ദ വിസിറ്റർ ഓർ ഗസ്റ്റ് ലീവ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ enquired as to whether there are many bill pending, and after obtaining all the bills the visitor account is finalized. അപ്പോൾ ഒരു ഗസ്റ്റ് ലീവ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും അയാൾ അടയ്ക്കാനുള്ള ആ ഒരു ഗസ്റ്റ് അടയ്ക്കാനുള്ള ബില്ലെല്ലാം അയാൾ പേ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഏതെങ്കിലും ബില്ല് ഇനിയും പെൻഡിങ് ഉണ്ടോ എന്ന് നോക്കും. ദെൻ അതിനുശേഷം എന്താണ് വിസിറ്റർ അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യും.
സോ ഇതാണ് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് വിസിറ്റേഴ്സ് ലെഡ്ജർ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ മാത്രം ഒരു ചെറിയ പാരഗ്രാഫായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ഇനി ബാക്ക് ഓഫ് ദ ഹൗസ്, ഹോട്ടൽ അക്കൗണ്ടിങ് ബാക്ക് ഓഫ് ദ ഹൗസ്. ഇവിടെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹോട്ടൽസിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സൈഡിലേക്കാണ് കൂടുതലും ഈ ഒരു ബാക്ക് ദ ഓഫീസ് എന്ന് പറയുന്നത്. അതായത് ഫുഡും ബിവറേജസും ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എന്താണ്, ഐറ്റംസിൻ്റെ എല്ലാം അല്ലെങ്കിൽ എത്രമാത്രം ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റെക്കോർഡ്സ് എല്ലാം എന്താണ് ഹോട്ടൽ അക്കൗണ്ടിങ്ങിൽ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അതാണ് പറയുന്നത് ദിസ് ഡിവിഷൻ ഓഫ് ഹോട്ടൽ അക്കൗണ്ടിങ് മേക്സ് റെക്കോർഡ് ഓഫ് ഇഷ്യൂ ഫുഡ്സ് ബിവറേജസ് ആൻഡ് അതർ ഓപ്പറേറ്റിംഗ് സപ്ലൈസ് ഓഫ് ദി ഫോർ ദി യൂസർ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ബിവറേജസ്, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, ബിവറേജസ് അങ്ങനെ കൊടുക്കുന്ന ഇങ്ങനെ ഹോട്ടലിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എത്രമാത്രം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാറ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് ഹോട്ടൽ അതോറിറ്റീസ് എന്ത് ചെയ്യും, ഓരോ ദിവസവും എന്താണ് കറക്റ്റായിട്ട് എത്രമാത്രം ഐറ്റംസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യും. ഹോട്ടൽ അതോറിറ്റീസ് ആർ ടു ബി കെയർഫുൾ ആൻഡ് ആർ ടു എക്സൈസ് പ്രോപ്പർ കൺട്രോൾ ഓവർ ദി ഇഷ്യൂ ഓഫ് ഐറ്റം. അപ്പോൾ എത്രമാത്രം ഐറ്റംസ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഹോട്ടൽ അതോറിറ്റീസിന് കറക്റ്റായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഈ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പറ്റുന്ന കാര്യമാണ്. ഈ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ കോസ്റ്റ് മെറ്റീരിയലും സെയിൽ വാല്യൂവും ഓഫ് ദ ഫുഡും, അപ്പോൾ ഫുഡിൻ്റെ സെയിൽ വാല്യൂ ഈ ഒരു കോസ്റ്റ് ഓഫ് മെറ്റീരിയലും തമ്മിലുള്ള റേഷ്യോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും. അതായത് കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, അതിനുള്ള ചിലവും ഇത് ഒരു ഫുഡായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് സെയിൽ ചെയ്യുവാണ്, ആ സെയിലിൽ നിന്ന് കിട്ടുന്ന വാല്യൂ അല്ലേ. അപ്പോൾ ഈ ഒരു ചിലവും വരുമാനവും തമ്മിലുള്ള ഒരു റേഷ്യോ കൺട്രോൾഡ് അല്ലാതെ പോകും. അപ്പം ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റി കിച്ചണിൽ നിന്നും എത്രമാത്രം ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ദെൻ അതിൽ എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം യൂസ് ചെയ്തില്ല, എത്രമാത്രം ക്വാണ്ടിറ്റി യൂസ് ചെയ്തു, ദെൻ ആ യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രമാത്രമുണ്ട്, ആ മെറ്റീരിയലിൻ്റെ വാല്യൂ എത്രമാത്രം അല്ലെങ്കിൽ കോസ്റ്റ് എത്രമാത്രം ഉണ്ടെന്നൊക്കെ വാല്യൂ ചെയ്യുന്നു. സോ ഇതെന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു, എത്രമാത്രം ഐറ്റംസ് അല്ലെങ്കിൽ എത്രമാത്രം മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു, അതിൽ എത്രമാത്രം യൂസ് ചെയ്തില്ല, എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തു, ആ യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കറക്റ്റായിട്ട് വാല്യൂ ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ദെയർ ഷുഡ് നോട്ട് ബി എനി പിൽഫറേജ് ഓഫ് ഐറ്റം ബൈ എംപ്ലോയീസ് ഓഫ് ദ ഹോട്ടൽ. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കവർച്ച എന്നാണ് അതിൻ്റെ എക്സാക്ട് മലയാളം മീനിങ് വരുന്നത്. എംപ്ലോയീസ് ഇങ്ങനെയുള്ള കാര്യമൊന്നും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഇവർ അത് കവർച്ച ചെയ്യാതിരിക്കാൻ എന്ന് കറക്റ്റ് പറയാം. അതായത് അവരത് മാറ്റി കൊണ്ടുപോകാതില്ലെങ്കിൽ അവരത് കവർച്ച ചെയ്യാതെയോ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്നും ഈ മേഖലയിൽ ഒരു മിസ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. Inventory of the various items should be taken at the end of the financial year and getting the figure of closing stock for the preparing that final account. അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ മാത്രമല്ല ഇൻവെൻറ്ററീസിൻ്റെയും സ്റ്റോക്ക് ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ എന്നിട്ട് ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ് എത്രമാത്രം ബാലൻസ് ഉണ്ടെന്ന് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഫിഗർ കാണിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. റെക്കോർഡ് ഓഫ് യൂട്ടിലിറ്റീസ്, കുക്കറീസ് and cultures should be maintained to find out the value of breakage and pilferage and the value of these items in the stock at the end of the financial year. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. യൂട്ടിലിറ്റീസ് എന്നും ക്യൂക്കറീസ് എന്നും ഒക്കെ പറഞ്ഞാൽ ഇത്രയുള്ളൂ പാത്രങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉണ്ട്, അതിൻ്റെ വാല്യൂ എത്രമാത്രം ഉണ്ടെന്നും അവർ ചെക്ക് ചെയ്യുന്നു. അപ്പം എന്താണ് ഇതും എന്താണ് എത്രമാത്രം അതിൻ്റെ വാല്യൂ ഉണ്ട്, ഇനി എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും ബ്രേക്കറേജോ പിൽഫറേജോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഇൻവെൻറ്ററീസും എത്രമാത്രം ഉണ്ട്, ഇങ്ങനെയുള്ള ആ കുക്കറീസും കാര്യങ്ങളുമൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യവും അവിടെ ഈ ബാക്ക് ഓഫീസിൽ ചെക്ക് ചെയ്യുന്നു. ദെൻ എന്നിട്ട് ഫൈനൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നു. സോ ഇതാണ് ബാക്ക് ഓഫീസിൻ്റെ ആക്ടിവിറ്റി. അപ്പോൾ ബാക്ക് ഓഫീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്നു, എത്രമാത്രം സാധനം
ഇഷ്യൂ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നു. ഇനി മെറ്റീരിയലിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഫുഡ് ഐറ്റംസ്, ബിവറേജസ് ഇതൊക്കെ ഒരുപാട് ഇഷ്യൂ ചെയ്യാതെ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്റ്റോക്ക് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം അത് ഇഷ്യൂ ചെയ്തതിൽ എത്രമാത്രം അത് യൂസ് ചെയ്തു, അത് എത്രമാത്രം യൂസ് ചെയ്തില്ല, ഇനി യൂസ് ചെയ്തതിൻ്റെ കോസ്റ്റ് എത്രമാത്രമുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുവോ, അതുപോലെ തന്നെ അത് പിൽഫറേജ് ചെയ്യുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതും സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ബാക്ക് ഓഫീസിലാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇനി ലാസ്റ്റ് നമ്മൾ ജനറൽ ബുക്ക് കീപ്പിങ്ങിലേക്ക് വരുവാണ്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാ ബിസിനസ്സിലും ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് എക്സ്പെൻസും ഇൻകത്തിൻ്റെയും എല്ലാം ആ ഒരു എല്ലാ ബിസിനസ്സിലും ചെയ്യുന്നത് പോലെ തന്നെ ഹോട്ടൽ ബിസിനസ്സിലും എന്താണ് അവിടെ ഉണ്ടാകുന്ന എക്സ്പെൻസുകളും ഇൻകംസും എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ക്യാഷ് ബുക്കായിട്ടും പെറ്റി ക്യാഷ് ബുക്കായിട്ടും സബ്സിഡറി ലെഡ്ജറായിട്ടും ജേണലായിട്ടും പ്രോപ്പർ ജേണലായിട്ടും അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം എന്താണ് അവർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ അതോറിറ്റിക് അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ബുക്സിൻ്റെ അരിത്തമാറ്റിക്കൽ അക്യൂറസി എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടി എന്താണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്, അതിനുശേഷം എന്താണ് ഫൈനൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നു. വൈൽ പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ മീൽസ്, അക്കോമഡേഷൻ എക്സെട്ര. മീൽസിനും അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ ഓരോ ഐറ്റത്തിനും എന്താണ് ജേണൽ എൻട്രീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു, എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ഇലൂസ്ട്രേഷൻ 11 പറയുന്നത് നമ്മൾ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വിസിറ്റേഴ്സ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ടൈം കണ്ടു. ഒരു വിസിറ്റേഴ്സ് ലെഡ്ജർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫോളോയിങ് ഇസ് ദ ഇൻഫോർമേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹോട്ടൽ മിർമാർ ഫോർ ദി യൂസ് ഫോർ ദി 14th April 2019. സോ നമ്മളോട് വിസിറ്റേഴ്സ് ലെഡ്ജറാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4 റൂംസ് ആണുള്ളത്. 300 രൂപയാണ് ഒരു റൂമിന് ഒരു ദിവസം ചാർജ്. വൺ സ്യൂട്ട് വിത്ത് റൂം ചാർജസ്. മൊത്തം എത്രയാണ് 4 റൂംസ് ഉണ്ട്. അതിൽ ഒരു ദിവസം 300 രൂപയാണ് 1 സ്യൂട്ട് റൂമിന്. അതുപോലെ തന്നെ എന്താണ് 500 പെർ ഡേ. ദ ഹോട്ടൽ ഹാസ് 4 റൂംസ് വിത്ത് റൂം ചാർജസ്. 4 റൂമാണുള്ളത്. 300 രൂപയാണ് പെർ ഡേയിൽ ഒരു റൂമിൻ്റെ ചാർജ്. അതുപോലെ 1 സ്യൂട്ട് റൂമുണ്ട്. ഒരു ദിവസം 500 രൂപയാണ്. അഡ്വാൻസ് ആയിട്ട് എല്ലാ ഗസ്റ്റിൻ്റെ അടുത്തു നിന്നും എന്താണ് 500 രൂപ മേടിക്കാറ് ഉണ്ട്. അത് അങ്ങനെ 500 രൂപ അഡ്വാൻസ് ഈ ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സിൽ നിന്ന് മേടിക്കാറില്ല. ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് ഒഴികെയുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നും 500 രൂപ അഡ്വാൻസ് മേടിക്കാറുണ്ട്. ഇനി റൂം നമ്പർ 3 എന്ന് പറയുന്നത് വേക്കൻ്റ് ആണ്. 4ൽ 2 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഗസ്റ്റ് എത്തിയത്. വിച്ച് ദ മാനേജർ ഹാസ് റിക്വയർഡ് ടു ഗ്രാൻഡ് റിബേറ്റ്. അവിടെ എന്താണ് ആ ഒരു റൂമിൽ 2 മണിക്ക് ശേഷമാണ് ആൾ വന്നത്. മാനേജർ 30% ആ റൂമിന് റിബേറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് ആ ഒരു ദിവസത്തേക്ക് മാത്രമാണ്. ദെൻ റൂം നമ്പർ 1ൽ ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് ആണ്. ആൻഡ് ഹിം ടു ഡിസ്കൗണ്ട് 10% എക്സെപ്റ്റ് ഓൺ വൈൻസ്, ബ്രിവറേജ് ആൻഡ് സിഗരറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കൊഴികെ ഈ ഒരു റൂം നമ്പർ 1ലെ ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സിന് 10% എന്താണ് ഡിസ്കൗണ്ട് ഉണ്ട്. ദെൻ ഗസ്റ്റിൻ്റെ സ്യൂട്ട് ചെക്ക് ഔട്ട് ഓൺ ദാറ്റ് ഡേ. അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻസുകൾ റൂം നമ്പർ 1ലെ 2ലെ 3ലെ 4ലെ ആ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സോ അവരുടെ ഫുഡ് ഐറ്റംസ്, ബിവറേജ്, വൈന് ഓരോരുത്തരുടെയും എക്സ്പെൻസ് ആണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 4 റൂമാണുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. 1 2 3 4 4 റൂംസ് ഉണ്ട്. റൂം നമ്പർ 3 വേക്കൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് 4ലേക്ക് 2 മണിക്ക് ശേഷമാണ് ആളെത്തിയത്. ഇവിടെ എന്താണ് 30% റിബേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. 1ൽ ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് ആണ്. അവർക്ക് ഈ പറഞ്ഞ 3 ഐറ്റത്തിന് ഒഴികെ ബാക്കി ഐറ്റത്തിനെല്ലാം 1% എന്താണ് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. വിസിറ്റേഴ്സ് ലെഡ്ജർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്ക്, നെയിം ആൻഡ് അഡ്രസ്സ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സെയിം കാര്യമാണ് ചെയ്തിരിക്കുന്നത്, നെയിം ആൻഡ് അഡ്രസ്സ്. ഇപ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് പേര് അഡ്രസ്സോ ഒന്നും കൊടുത്തിട്ടില്ല.
സോ ഇവിടെ എന്താണ് നെയിം ആൻഡ് അഡ്രസ്സ്, റൂം നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ദെൻ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഫുഡ്, ബിവറേജ്, വൈന്, സിഗരറ്റ്, ലോണ്ടറി, ടെലിഫോൺ, ഹെൽത്ത് ക്ലബ്ബ്, കാറ്, സൺട്രീസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് എക്സ്പെൻസുകളാണ്. ഇതെല്ലാം എന്താണ് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്നിട്ട് ദെൻ അതിനുശേഷം എന്താണ് ടോട്ടൽ ചെയ്തു. ടോട്ടൽ ഡെബിറ്റ് ഐറ്റം എത്രയുണ്ടെന്ന് കണ്ടു. ദെൻ സർവീസ് ചാർജ് 5% ഉണ്ടെന്ന് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയതെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. സർവീസ് ചാർജ് 5% ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ആ സർവീസ് ചാർജ് 5%, അത് ഈ 740-ൻ്റെ 5%, 490-ൻ്റെ 5% എന്താണ് 5% ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സബ് ടോട്ടൽ കിട്ടി. ദെൻ എന്താണ് ടോട്ടൽ ഡെബിറ്റ് സൈഡ് ചെയ്യുന്നു. ബാലൻസ് ബ്രോഡ് ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബ്രോഡ് ഡൗൺ ആയിട്ട് ഒന്നുമില്ല, സബ് ടോട്ടൽ ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അഡ്വാൻസ് ഉണ്ട് അല്ലേ. അഡ്വാൻസ് ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സിൽ നിന്ന് ഒഴികെ 500 രൂപ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. റൂം നമ്പർ 1 ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് ആണ്. അവരുടെ അടുത്ത് നിന്ന് ഒഴികെ ബാക്കി എല്ലായിടത്തു നിന്നും 3 റൂംസിൽ നിന്നും 1 വേക്കൻ്റ് ആണ്. ഇവിടെ എല്ലാം എന്താണ് 500 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. ദെൻ റൂം നമ്പർ 1 എന്താണ് അവർക്ക് 3 ഐറ്റത്തിനൊഴികെ ബാക്കി ഐറ്റത്തിന് എന്താണ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ബിഫോർ സർവീസ് ചാർജിന് മുമ്പുള്ള ബില്ലിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 740 ആണ്. ദെൻ അതിനകത്ത് 1% ഡിസ്കൗണ്ട് കൊടുക്കാത്തത് ഏതിനൊക്കെയാണ്, ബിവറേജിനും അതുപോലെ തന്നെ വൈനിനും സിഗരറ്റിനും. അപ്പോൾ ഈ ബിവറേജിൻ്റെയും വൈനിൻ്റെയും സിഗരറ്റിൻ്റെ ഇത് 3ൻ്റെയും റൂം നമ്പർ 1 കോസ്റ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 140. അത് കുറച്ച് കഴിയുമ്പോൾ എത്രയാണ് 600. ഈ 600-ന് 10% എന്താണ് റിബേറ്റ്. അപ്പോൾ 10% റിബേറ്റ് നോക്കുന്നു. 6ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ് 600-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 60. ദെൻ അതിൻ്റെ കൂടെ പിന്നെയാണ് എന്ത് ചെയ്യുന്നത് റിബേറ്റ് 3% കൂടെ കൂട്ടി. അപ്പോൾ എത്രയാണ് 63. സോ ഇനി ഇപ്പുറത്ത് വരുമ്പോൾ സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നുമില്ല, എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. തേർഡ് റൂമിൽ എന്ന് പറയുമ്പം വേക്കൻ്റ് ആണ്. ഫോർത്ത് റൂമിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. സോ അവിടെ എന്താണ് 30% റിബേറ്റ് ഉണ്ട് അല്ലേ. അപ്പം അവിടുത്തെ സബ് ടോട്ടൽ നോക്കുക. റൂം നമ്പർ 3 റൂം ചാർജസ് നോക്കുക. റൂം ചാർജ് എന്ന് പറയുന്നത് 300 ആണ്. ദെൻ എന്താണ് ഈ റൂം ചാർജിന് 30% റിബേറ്റ്. 300-ൻ്റെ 30% എന്ന് പറയുമ്പം 90. ദെൻ 90-ൻ്റെ കൂടെ 5% റിബേറ്റ് കൂടെ കൂട്ടി 95. ഈ 95 എന്താണ് ഇതിനകത്തുനിന്ന് കുറയ്ക്കാൻ പറ്റുന്നതാണ്. സോ എന്താണ് ഇത്ര 595 രൂപ റിബേറ്റ് ഉണ്ട്. സോ അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് ഇവിടെ റൂം നമ്പർ 1 63, റൂം നമ്പർ 3 500, 4 595. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ മൊത്തം 777 രൂപ കൊടുക്കാനുണ്ട് അല്ല 777 രൂപ കൊടുക്കാനുണ്ട്. 63 രൂപ ഇവിടെ ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 777-ൽ നിന്നും 63 കുറച്ചിട്ട് ബാലൻസ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ബില്ല് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ 515 ആണ് ടോട്ടൽ പേ ചെയ്യാനുള്ളത്. 500 രൂപ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്, ബാക്കി 15 പേ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫോർത്ത് കോളവും എന്താണ് 525 ആണ് ടോട്ടൽ. സോ 595 പേ ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത് എത്രയാണ് 70 രൂപ. സോ ഇതിൻ്റെ ഈ ഒരു സൈഡിലെ എല്ലാം ടോട്ടൽ ചെയ്താണ് ഇപ്പുറത്തെ കോളത്തിലേക്ക് കാണിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഹെഡിങ് ഇവിടെ നോക്കിക്കേ, സ്യൂട്ട് ടോട്ടൽ. അപ്പോൾ ഈ ഓരോ സൈഡും ടോട്ടൽ ചെയ്താണ് ഇപ്പുറത്തേക്ക് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ അടുത്ത പോർഷൻ പറയുന്നത് ഫൈനൽ അക്കൗണ്ട് ഇൻഡസ്ട്രി ആണ്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയാനില്ല. നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ കുറേ എക്സ്പെൻസുകളും ഇൻകംസും കൊടുത്തിട്ടുണ്ട്. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യുക P&L, ഇൻകംസ് എല്ലാം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് എല്ലാം ഈ ഒരു സൈഡിൽ കാണിക്കുക, ലയബിലിറ്റീസ് ഇവിടെ കാണിക്കുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കുക. 2 ഇലൂസ്ട്രേഷനും കൂടിയേ ഉള്ളൂ, അത് നോക്കിയേക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് വരാൻ ചാൻസ് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് P&L ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.